നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അനുമതി കിട്ടിയാൽ പ്രഖ്യാപനമുണ്ടാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം VS ജോയിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. നിലവിൽ മലപ്പുറം DCC അധ്യക്ഷനാണ് ജോയി. ഇതുകൂടി പരിഗണിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിന് മുന്തിയ പരിഗണന KPCC നൽകുന്നത്. അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ആരെ മത്സരിപ്പിച്ചാലും പിന്തുണയ്ക്കുമെന്ന് നിലമ്പൂരിലെ മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പ്രതികരിച്ചു. LDFനെതിരെ ഏത് ജഗത്താൽ മത്സരിച്ചാലും അയാൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കഴിഞ്ഞ തവണ UDFിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ് നിലമ്പൂർ എന്നത് ബോധ്യമുള്ളതുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും UDF പ്രഖ്യാപിക്കുകയെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും നിലമ്പൂരിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. എന്തു തന്നെയായാലും കാറ്റ് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാണ്.